നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ എന്ന ഭാഗമാണ്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതികൾ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? സ്വയം തൊഴില്, വേതന തൊഴിൽ പദ്ധതികൾ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെയോ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ. ഏതൊക്കെയാണ്? സ്വയം തൊഴില്, പിന്നെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ. അപ്പം നമ്മുടെ 3 കോളത്തിൽ എന്തൊക്കെയാ നോക്കിയാലോ? ഒന്നാമത്തെ കോളത്തിലെ പദ്ധതിയുടെ വിഭാഗമാണ്, രണ്ടാമത്തെ കോളത്തിലെ പദ്ധതിയുടെ പേരാണ്, മൂന്നാമത്തെ കോളത്തിലെ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ പദ്ധതി വിഭാഗം ഏതാണ്? സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതി. എന്താണ്? സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതി. ഈ പദ്ധതിയുടെ പേരെന്താണ് അറിയോ? മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. എന്താണ്? മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ മറ്റൊരു പേരാണെന്ത്? പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. എന്താണ്? പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. അപ്പോൾ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ അറിയോ? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. എന്താണ്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കും. നമ്മുടെ സ്വയം തൊഴിൽ വിഭാഗത്തിൽ പെടുന്ന മറ്റൊരു പദ്ധതിയാണ് എന്ത്? ജീവനം പദ്ധതി, അല്ലെ? പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് അറിയോ? സാമ്പത്തികമായി പ്രയാസമനുഭവപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർ എന്ന് വെച്ചാൽ ഭാര്യ, മക്കൾ, ഇവർക്കൊക്കെ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്. എന്താണ്? സാമ്പത്തികമായി പ്രയാസമനുഭവപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക്, ഭാര്യ അല്ലെങ്കിൽ മക്കൾക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്. അപ്പോൾ സ്വയം തൊഴിൽ വിഭാഗത്തിൽ മൂന്നാമത്തെ പദ്ധതിയുടെ പേരാണ് എന്ത്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. എന്താണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ലക്ഷ്യം എന്താണ്? നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. എന്താണ്? നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ വിഭാഗം അവിടെ തീർത്തു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗമായ ഭക്ഷ്യസുരക്ഷാ പദ്ധതി തുടങ്ങാം, അല്ലേ? പദ്ധതിയിൽ ഫസ്റ്റിലത്തെ പദ്ധതിയുടെ പേരാണ് എന്ത്? പൊതുവിതരണ സംവിധാനം. പൊതുവിതരണ സംവിധാനം. ഈ പൊതുവിതരണ സംവിധാനത്തിന്റെ ലക്ഷ്യം എന്താണ്? ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. എന്താണ്? ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പദ്ധതിയുടെ പേരെന്താണ്? പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. എന്താണ്? പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. എന്താണ്? അതിന് ഷോർട്ടായിട്ട് പറയുന്നതാണ് എന്ത്? PM പോഷൻ. എന്താണ്? PM പോഷൻ. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ്? 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതി. എന്താണ്? 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് എന്ത്? ഈ PM പോഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലെ ലാസ്റ്റത്തെ പദ്ധതിയുടെ പേരാണ് സുഭിക്ഷ കേരളം പദ്ധതി. എന്താണ്? സുഭിക്ഷ കേരളം പദ്ധതി. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. എന്താണ്? കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? സുഭിക്ഷ കേരളം പദ്ധതി. നമ്മൾ അവസാനത്തിലേക്ക് എത്തുകയാണ്. മൂന്നാമത്തെ വിഭാഗത്തിൽ പെടുന്ന എന്താണ്? സാമൂഹിക സുരക്ഷാ പദ്ധതി. എന്താണ്? സാമൂഹിക സുരക്ഷാ പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയാണ്. എന്താണ്? ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. മറ്റൊരു പേരാണ് എന്ത്? പ്രധാനമന്ത്രി സുരക്ഷാ പദ്ധതി. എന്താണ്? പ്രധാനമന്ത്രി സുരക്ഷാ പദ്ധതി. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് മക്കളെ? നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. എന്താണ്? നിരാലംബരായ മുതിർന്ന പൗരർക്ക് എന്ത്? പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. മനസ്സിലായല്ലോ?
നമ്മുടെ അവസാനത്തെ പദ്ധതിയുടെ പേരാണ് എന്ത്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. എന്താണ്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പം നമ്മുടെ ഈ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി. എന്താണ്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് എന്ത്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഇത്രയും പദ്ധതികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇവ കൂടാതെ കേരളം മറ്റ് ചില പദ്ധതികൾ കൂടി ഫലപ്രദമായി നടപ്പിലാക്കി വരുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? താഴെ നമ്മൾ വായിച്ചു നോക്കിയാൽ മതി എന്തൊക്കെ പദ്ധതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയുടെ എക്സ്പ്ലനേഷനും കൂടി ഒന്ന് പഠിച്ചെടുക്കാമേ. ആദ്യത്തെ പദ്ധതി എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്? സ്നേഹസാന്ത്വനമാണ് അല്ലേ? സ്നേഹസാന്ത്വനം. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? കേരളത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? നമ്മുടെ സ്നേഹസാന്ത്വനം. എന്താണ്? കേരളത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. നമ്മൾ പഠിക്കാൻ പോകുന്നത് വയോമിത്രമാണ്. വയോമിത്രം എന്ന് വെച്ചാൽ നഗരപ്രദേശങ്ങളിൽ 65 വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ കിടപ്പ് രോഗികൾക്കോ വേണ്ടി ഹോം കെയർ നൽകുന്ന വയോജനങ്ങൾക്ക് സൗജന്യമായ ആംബുലൻസ് സൗകര്യങ്ങൾ നൽകുന്നതാണ് എന്ത്? വയോമിത്രം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് താലോലം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണം സാമൂഹിക സുരക്ഷാ ക്ഷേമ മിഷൻ KSSM വഴി സർക്കാർ ആശുപത്രികളിൽ സൗജന്യ പദ്ധതിയാണ് താലോലം. എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെ ഗുരുതരമായ രോഗങ്ങൾക്ക് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ KSSM വഴി സർക്കാർ ആശുപത്രികളിൽ സൗജന്യ പദ്ധതിയാണ് താലോലം. അടുത്തത് ആശ്വാസകിരണമാണ്. ആശ്വാസകിരണം എന്നാൽ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുക. എന്താണ് ആശ്വാസകിരണം? കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണ് ആശ്വാസകിരണം. അടുത്തത് സ്നേഹപൂർവമാണ്. മാതാവോ പിതാവോ അല്ലെങ്കിൽ ഇരുവരോ മരണപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുക. എന്താണ്? മാതാവോ പിതാവോ അല്ലെങ്കിൽ ഇരുവരോ മരണപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. എന്താണ് ക്യാൻസർ സുരക്ഷ എന്നാൽ? ക്യാൻസർ സുരക്ഷ എന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് കേരള സർക്കാർ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? ക്യാൻസർ സുരക്ഷ. എന്താണ് ക്യാൻസർ സുരക്ഷ? 18 വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് കേരള സർക്കാർ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് എന്ത്? ക്യാൻസർ സുരക്ഷ പദ്ധതി. കേരളത്തിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ എല്ലാവർക്കും സുരക്ഷിതമായ പാർപ്പിടം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയാണ് ലൈഫ് മിഷൻ. അതാണ് ലൈഫ് മിഷൻ. കേരളത്തിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ എല്ലാവർക്കും സുരക്ഷിതമായ പാർപ്പിടം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കാരുണ്യമാണ്. എന്താണ് മക്കളെ കാരുണ്യ? ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള പദ്ധതി. എന്താണ്? ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള പദ്ധതിയാണ് എന്ത്? കാരുണ്യ എന്ന് പറയുന്നത്. ഈ കാരുണ്യ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകുന്ന തുക എവിടെ നിന്ന് ഇവർ കണ്ടെത്തുന്നത് അറിയോ നിങ്ങൾക്ക്? നമ്മുടെ കാരുണ്യ ലോട്ടറി വഴിയാണ്. എന്താണ്? കാരുണ്യ ലോട്ടറി വഴിയാണ് എന്ത്? ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത്. നമ്മുടെ ബുക്കിലില്ലാത്ത കുറച്ച് പദ്ധതി കൂടെ നമുക്ക് പറയാം. സുഭിക്ഷ കേരളം പദ്ധതി. എവിടെ മക്കൾ സുഭിക്ഷ കേരളം പദ്ധതി എന്തിനാണ് നടപ്പിലാക്കുന്നത്? സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ് അറിയോ? COVID-19 ആണേ. എന്താണ്? COVID-19. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചില്ലേ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ചുകൂടി പദ്ധതികളുണ്ട്. അത് നമുക്ക് നോക്കിയാലോ? സാഫല്യം. എന്താ മക്കളെ സാഫല്യം എന്ന് വെച്ചാൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയാണിത് സാഫല്യം. എന്താണ്? വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണ് സാഫല്യം. സാഫല്യം പദ്ധതി മറ്റൊന്നുകൂടിയുണ്ട്.
ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിനായി സാമൂഹികനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയും കൂടിയാണ് സാഫല്യം എന്ന് പറയുന്നത്. എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിനായി സാമൂഹികനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സാഫല്യം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളിത്തോണിയാണ്. എന്താ മക്കളെ ഈ കളിത്തോണി എന്ന് വെച്ചാൽ, പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം കൂടുതൽ രസകരമായി SCRT തുടങ്ങിയ പദ്ധതിയാണെന്ത്? കളിത്തോണി. എന്താണ്? പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം കൂടുതൽ രസകരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് SCRT തയ്യാറാക്കിയ പദ്ധതിയാണെന്ത്? കളിത്തോണി. അത് ജനനി ജന്മരക്ഷാ പദ്ധതി. എന്താണ്? ജനനി ജന്മരക്ഷാ പദ്ധതി. എന്താണത്? ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതി. എന്താണ്? ഗർഭിണികൾക്കും അമ്മമാർക്കും കൂടെ പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് എന്ത്? ജനനി ജന്മരക്ഷാ പദ്ധതി. ഇത് നമ്മൾ നടപ്പിലാക്കുന്ന നമ്മുടെ അങ്കനവാടിയിലൂടെയാണ് അല്ലേ? അങ്കനവാടി എന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല. നിങ്ങളുടെ വീട്ടിലെ ഗർഭിണികൾക്കും പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ ഫുഡ് കൊടുക്കുന്നില്ലേ അങ്കനവാടി?